സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലോട്ട് പിന്നെയും സ്വാഗതം. സോ ഇന്നത്തെ ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് ഗൈസ്. വെറൈറ്റി കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഡു ഇൻ റമദാൻ ഡേ. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച്, കാരണം നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ടാണ് എഴുന്നേറ്റത്. സംഭവം നമുക്ക് ഇടയത്താഴത്തിൽ കഴിക്കാനായിട്ട് ചപ്പാത്തിയും മുട്ടക്രീമേ ഉണ്ടായിരുന്നത്. ഗൈസ് എൻ്റെ ഡെഡിക്കേഷൻ നോക്കും ഗൈസ്. ആ പാട് 3-4 മിനിറ്റ് കൂടിയുള്ള ബാങ്ക് കൊടുക്കുക. സോ അതിന് മുന്നേ നമ്മൾ കഴിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചു തരുന്നു. സോ ഡു ഫോളോ ഗൈസ്. സോ നമ്മളങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ 4 പരിപാടി ഉണ്ട് ഗൈസ്, വലിയ പരിപാടി. സോ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോകണം ഗൈസ്. ഇതാണ് അതിനകത്തെ ബെസ്റ്റ് പാർട്ട്. സോ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോയിട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് വേണ്ട മറ്റേ നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളും, പിന്നെ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കും ഉണ്ട്. സോ അതിന് വേണ്ടി നമ്മൾ കട്ടപ്പാൽ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഈ കറക്റ്റ് സ്ഥലം എവിടെ വെച്ചാൽ നിങ്ങൾ കമൻറ്റ്. ഇവിടുത്തെ കുൽഫി ഭയങ്കര സീനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ കറക്റ്റ് സ്ഥലം പറയണം. പോകുന്ന വഴിക്ക് നമ്മൾ 4 പാലം വഴിയൊക്കെ ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങി നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി. അങ്ങനെ നമ്മൾ ഗുജറാത്തി സ്വീറ്റ്സിൽ കയറി ഗൈസ്, കാരണം നമുക്ക് ഇവിടെ നിന്ന് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങിക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മൾ വീട്ടിലെത്തി. സോ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിറ്റിംഗ്. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കുറച്ച് കഴിഞ്ഞ് കിടന്ന് 6:30 വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ പാലിനടിക്കണം. നിന്നോടങ്ങനെ എന്നെ ഉണ്ടാക്കാൻ മതിടാ. നീ അടിച്ചു പൊട്ടിക്കാനാണെങ്കിൽ എന്തിനാണ് കട്ടിയാക്കുന്നത്? മോയിമ്പാമ്പ് ഓരോന്ന് ഇറങ്ങിക്കോളും. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ജ്യൂസ് പറയുന്നത്. ഒരു കൺസിസ്റ്റൻസി നോക്കുക വിഷയമാണ്. പിന്നെ ഗൈസ്, ഇതൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് കാണുന്ന പോലെ അല്ല ഗൈസ്, നല്ല തലവേദന എടുത്തിരിക്കുകയാണ് ഞാൻ ചിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നോമ്പും കാര്യങ്ങളൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് നേരെ ബെഡിൽ പോയി ഇങ്ങനെ ഒറ്റ കിടത്താം. സോ ഇത്രയൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ.